നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ദിനത്തിലും ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് ജെറുസലേം മണ്ണിൽ നിന്ന് ആശംസകൾ നേർന്നതിന് പിന്നാലെ തന്നെ ഇസ്രായേലിന്റെ വെടിക്കെട്ട് ഹമാസിന്റെ നെഞ്ചിൽ തീർക്കുകയും ചെയ്തു. കഴിഞ്ഞ ക്രിസ്മസിന് ഇസ്രായേലിലായിരുന്നു അതിന്റെ ആഘാതമെങ്കിൽ ഇത്തവണ അത് ഹമാസിനാണ്. നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധത്തിൽ ഉണ്ണിയേശു പിറന്ന ദിനത്തിലും യഹൂദ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ ഇസ്രായേൽ ആയുധമെടുത്തു. ഇപ്പോൾ ഇറാൻ പിന്തുണയുള്ള യമൻ ഗ്രൂപ്പിനെതിരായ ആക്രമണങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിക്കുമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ സൂചന നൽകിയതിനാൽ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ തടയുന്നതിനുള്ള മാർഗമായി ഇറാനെ ആക്രമിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ഇസ്രായേൽ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇറാനെതിരെയുള്ളതിനേക്കാൾ ഹൂതികൾക്കെതിരെ തന്നെ ആക്രമണം നടത്താൻ ഇഷ്ടപ്പെടുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെയും അഭിപ്രായത്തിന് വിരുദ്ധമാണ് ബാർണിയ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. യമനിൽ നേരത്തെ നടന്ന 3 റൗണ്ട് സ്ട്രൈക്കുകളുടെ ഫലങ്ങളുടെ അഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെ ഒരു പരമ്പരയിലാണ് ബാർണിയ ഈ ഓപ്ഷൻ ഉന്നയിച്ചത്. വളരെ കാലമായി ടെഹ്റാന്റെ പിന്തുണ ആസ്വദിക്കുന്ന ഷിയ വിമത ഗ്രൂപ്പിന് ഫണ്ടും ആയുധവും നൽകുന്ന ഇറാന്റെ പിന്നാലെ പോകുന്നത് കൂടുതൽ ഫലപ്രദമാകുമെന്നാണ് മൊസാദ് മേധാവി വിശ്വസിക്കുന്നത്. നമുക്ക് ഇറാനെതിരെ ശക്തമായി മുൻപോട്ട് പോകേണ്ടതുണ്ട്. നമ്മൾ ഹൂതികളെ മാത്രം ആക്രമിച്ചാൽ അവരെ തടയാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പില്ല എന്നാണ് മൊസാദ് മേധാവി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നെതന്യാഹു ബാർണിയുടെ വിലയിരുത്തലിനോട് വിയോജിക്കുകയും പകരം ഇറാൻ വ്യത്യസ്തമായ ഒരു പ്രശ്നമാണ്, അത് ഉചിതമായ സമയത്ത് കൈകാര്യം ചെയ്യുമെന്ന് അനുമാനിക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ നിലപാട് സുരക്ഷാ സ്ഥാപനത്തിലെ മുതിർന്ന അംഗങ്ങളും പങ്കിട്ടു. കഴിഞ്ഞ 10 ദിവസമായി ഹൂതികൾ 5 ബാലിസ്റ്റിക് മിസൈലുകളും 5 ഡ്രോണുകളെങ്കിലും ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. ഹമാസ് ഭീകര സംഘടനയ്ക്കെതിരായ യുദ്ധത്തിനിടയിൽ ഗാസയെ പിന്തുണച്ച് ഒരു ക്യാമ്പയിനാണ് ഇത് എന്നാണ് ഭീകര സംഘടന പറയുന്നത്. ബുധനാഴ്ച വൈകുന്നേരം ജെറുസലേമിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ജീവനക്കാർക്കായി ഹനൂക്ക മെഴുകുതിരി കത്തിച്ചപ്പോൾ മേഖലയിലെ ഇസ്രായേലിന്റെ മറ്റു ശത്രുക്കൾക്ക് സംഭവിച്ച അതേ ഗതി ഹൂത്തികൾക്കും അനുഭവിക്കുമെന്ന് നെതന്യാഹു പ്രതിജ്ഞയെടുത്തു. അന്നത്തെ മക്കാബികളുടെ വിജയത്തിന്റെയും ഇന്നത്തെ മക്കാബികളുടെ വിജയത്തിന്റെയും സ്മരണയ്ക്കായി ഞങ്ങൾ ഇന്ന് ഹനൂക്കയുടെ ആദ്യത്തെ മെഴുകുതിരി കത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അന്ന് ചെയ്തതുപോലെ അടിച്ചമർത്തുന്നവർക്കും ഇവിടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ നൂൽ മുറിക്കുമെന്ന് കരുതിയവർക്കും ഞങ്ങൾ പ്രഹരമേൽപ്പിക്കുന്നു. ഇതെല്ലാവർക്കും ബാധകമാണെന്നാണ് ഹമാസ്, ഹിസ്ബുള്ള, അസദ് ഭരണകൂടവും മറ്റുള്ളവരെ പഠിപ്പിച്ചത് ഹൂത്തികളും പഠിക്കും. സമയമെടുത്താലും ഈ പാഠം മിഡിൽ ഈസ്റ്റിലുടനീളം പഠിക്കുമെന്നാണ് അദ്ദേഹം ഹനൂക്ക മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ ഹനൂക്ക എന്ന് പറഞ്ഞാൽ ജൂതരുടെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ് ഹനൂക്ക, ഹനാക്ക എന്നൊക്കെ പറയുന്നത്. BC 2-ാം നൂറ്റാണ്ടിലെ മക്കാബായൻ വിപ്ലവത്തിന്റെ സമയത്ത് ജെറുസലേമിലെ വിശുദ്ധ ദേവാലയം പുനഃപ്രതിഷ്ഠിച്ചതിന്റെ സ്മരണയിലാണ് ഹനൂക്ക ആഘോഷിക്കുന്നത്. സമർപ്പിക്കുക അല്ലെങ്കിൽ പ്രതിഷ്ഠിക്കുക എന്നാണ് ഹനൂക്ക എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം. എബ്രായ കലണ്ടറിൽ കിസ്ലേവ് 25 മുതൽ 8 രാത്രിയാണ് ഇത് ആഘോഷിക്കുന്നത്. ഗ്രിഗോറിയൻ കലണ്ടറിൽ ഇത് നവംബർ അവസാനം മുതൽ ഡിസംബർ അവസാനം വരെയുള്ള കാലയളവിൽ വരാം. 9 ശാഖകളുള്ള മനോറ എന്ന മെഴുകുതിരി കത്തിക്കുന്നത് ഹനാക്കയിലെ ഒരു പ്രധാന ആചാരമാണ്. ഹനാക്കിയ എന്നും ഈ മെഴുകുതിരിക്ക് പേരുണ്ട്. ആഘോഷത്തിലെ 8 രാത്രികളിലും ഓരോ മെഴുകുതിരി കത്തിക്കുന്നു. 9ാമത്തെ മെഴുകുതിരി മറ്റുള്ളവ കത്തിക്കാൻ ഉപയോഗിക്കുന്നു. ഡ്രെയ്ഡൽ എന്ന പമ്പരം ഉപയോഗിച്ച് കളിക്കുന്നതും ഹനൂക്ക സമയത്തെ കുട്ടികളുടെ പ്രത്യേക വിനോദങ്ങളിൽ ഒന്നാണ്. കൊല്ലപ്പെട്ട ഇസ്രായേൽ അമേരിക്കൻ ബന്ദിയായ ഒമർ ന്യൂട്രയുടെ മാതാപിതാക്കളായ റോണനും ഒർണ ന്യൂട്രയും ചടങ്ങിൽ നെതന്യാഹുവിനോടൊപ്പം ചേർന്നു. സമീപ ഭാവിയിൽ ഹൂതികൾക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന സൂചനയും ഇസ്രായേൽ വ്യോമസേനാ മേധാവി മേജർ ജനറൽ ടോമാർ ബാർ പറഞ്ഞിട്ടുണ്ട്. വ്യോമസേന നമുക്ക് ആവശ്യമുള്ളിടത്തെല്ലാം ശക്തമായി പ്രവർത്തിക്കുമെന്ന് ബുധനാഴ്ച പറഞ്ഞു. യമനിലെ ഹൂത്തികളെ ഞങ്ങൾ 3 തവണ ആക്രമിച്ചു. ഞങ്ങൾ തുടരുകയും ആക്രമണത്തിന്റെ വേഗതയും തീവ്രതയും ആവശ്യമുള്ളത്ര വർദ്ധിപ്പിക്കുകയും ചെയ്തു. പൈലറ്റുമാർക്കുള്ള ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിന് യഥാർത്ഥത്തിൽ കാര്യമായ പ്രഹരമേൽപ്പിക്കാൻ ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. ഏതേലും ആക്രമണം, മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തടയുമെന്നും ജെറുസലേമിൽ വലിയ പ്രതീക്ഷയില്ല. ഹൂതികൾക്കെതിരെ ഇസ്രായേൽ 3 റൗണ്ട് ആക്രമണങ്ങൾ നടത്തുകയും അവരെ ആക്രമിക്കുന്നത് തുടരുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആക്രമണങ്ങളെ തടയാൻ ഈ ആക്രമണങ്ങൾ കാര്യമായി ഒന്നും ചെയ്തില്ല. യമനിൽ നിന്നുള്ള ഇസ്രായേലിന്റെ അകലം ഒരു പ്രവർത്തന വെല്ലുവിളി ഉയർത്തുന്നതായി വിശകലന വിദഗ്ധരും പറയുന്നുണ്ട്. അത് US-ൽ നിന്നോ മറ്റു പാശ്ചാത്യ ശക്തികളിൽ നിന്നുള്ള പിന്തുണയുടെ മറികടക്കാൻ കഴിയും. അതുപോലെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അവരുടെ US എതിരാളികളുമായി ആക്രമണം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളെക്കുറിച്ചും ചർച്ച ചെയ്തു. അവർ കപ്പലിലുണ്ടായിരുന്നു. ജനുവരി 20-ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ മാത്രമേ ഹൂത്തികളെ പരാജയപ്പെടുത്താൻ ആവശ്യമായ തലത്തിലേക്ക് ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേലിന് കഴിയൂ എന്നും പേരിടാത്ത വൃത്തങ്ങൾ ഉദ്ധരിച്ച് വാർത്താ സൈറ്റ് പറഞ്ഞു. ഹൂത്തികൾ കനത്ത വില നൽകേണ്ടി വരും. ഇസ്രായേൽ ആക്രമണം വർദ്ധിപ്പിക്കും.
എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല. അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഹൂത്തികളെ ഇസ്രായേൽ കാണുന്നത് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിട്ടാണ്. ഇറാൻ പിന്തുണയുള്ള മറ്റ് ഷിയ ഗ്രൂപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങൾക്കെതിരെ ഇസ്രായേലിലെ പ്രചാരണങ്ങളിൽ വലിയ തോതിൽ വിറളി പൂണ്ട ഹൂത്തികൾ ലോകകാര്യങ്ങളിൽ തങ്ങളെ തന്നെ ഒരു പ്രധാന കളിക്കാരനായി അടിച്ചേൽപ്പിക്കുന്നതിലെ വിജയത്തിന് നന്ദിയെന്നാണ് ഹൂത്തികൾ ഉയർത്തുന്നത്. എന്തായാലും ചില ഇസ്രായേലി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളതിലും ഹൂത്തികൾക്ക് നേരെ ഇസ്രായേലിനെ നേരിട്ടൊരു ആക്രമണം നടത്താനുള്ള ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഹൂത്തികൾ കരുതിയിരുന്നോ എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ക്രിസ്മസ് ആഘോഷവേളയിൽ നെതന്യാഹു നൽകിയിരിക്കുന്നത്.